ഗോവിന്ദസ്വാമി ജയിൽ ചാട്ടത്തിനായി വലിയ പ്ലാൻ തന്നെ തയ്യാറാക്കിയിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇയാൾ ഉപ്പ് ശേഖരിച്ച് കൊണ്ടുവന്ന ആ ജയിൽ കമ്പിയിൽ വച്ച് അത് തുരുമ്പിപ്പിച്ച് ആക്സ് ബ്ലേഡ് ഉപയോഗിച്ച് അത് മുറിച്ചു മാറ്റുകയായിരുന്നു. ജയിൽ ചാട്ടത്തിന് ഉതകും വിധം ശരീരഭാരം കുറച്ചിട്ടുണ്ട്. അതിനായി അയാൾ ചപ്പാത്തി മാത്രം കഴിച്ചു, ചോറ് ഉപേക്ഷിച്ചു, അങ്ങനെ ശരീരഭാരം കുറച്ചു. ജയിൽ ചാട്ടത്തിന് ഉതകുന്ന വിധത്തിൽ ശരീരഭാരം ക്രമപ്പെടുത്തി. മാത്രമല്ല സഹതടവുകാരുടെ വസ്ത്രങ്ങൾ ശേഖരിച്ചാണ് വടം കെട്ടിയത് എന്ന് പറയുന്നു. അപ്പോഴും ആ വൈദ്യുതി ഫെൻസിങ്ങിൽ വൈദ്യുതി ഉണ്ടായിരുന്നില്ല എന്ന വിവരമൊക്കെ അയാൾ അറിഞ്ഞിരിക്കുകയാണ്. അയാൾക്ക് മനസ്സിലായി കാണും ഇതൊക്കെ വെറും കെട്ടുകാഴ്ച മാത്രമാണെന്ന് അയാൾക്ക് മനസ്സിലായി. ഏതായാലും അതുവഴി വൈദ്യുതി കടന്നു പോയിരുന്നില്ല ആ ഘട്ടത്തിൽ എന്നുള്ളതാണ്. ഇന്ന് പുലർച്ചെ 1:15-നും 3 മണിക്കും ഇടയ്ക്കാണ് ഗോവിന്ദസ്വാമി ജയിൽ ചാടിയിരിക്കുന്നത്. സൗമ്യ കൊലക്കേസിലെ കുറ്റവാളി, കേരളം ഭയക്കുന്ന കൊടും ക്രിമിനൽ ഗോവിന്ദസ്വാമി ജയിൽ ചാടിയത് ഇന്ന് പുലർച്ചെ 1:15-നും 3 മണിക്കും ഇടയ്ക്കാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും അധികാരികളിലേക്ക് അതെത്താൻ പിന്നെയും മണിക്കൂറുകൾ വൈകി. എസ് അനു ചേർന്നു വിവരങ്ങളുമായി. അനു, വീഴ്ചകൾ ഒന്നൊന്നായി ഈ ഘട്ടത്തിൽ വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്തൊക്കെയാണ് ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങൾ, കണ്ടെത്തലുകൾ? ലക്ഷ്മി, യഥാർത്ഥത്തിലും വലിയ ഗുരുതരമായ വീഴ്ച ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മളോട് സംസാരിച്ച ജയിൽ മേധാവി ADGP ബൽറാം കുമാർ ഉപാധ്യായ തന്നെ ഇക്കാര്യം നമ്മളോട് പറയുകയും ചെയ്തു. വീഴ്ച ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ പരിശോധന അല്ലെങ്കിൽ ശ്രദ്ധ വേണ്ടിയിരുന്നു. പ്രത്യേകിച്ച് മഴ ഉള്ള ഒരു സമയമാണ്. അതുകൊണ്ട് ആ സമയത്ത് CCTV പരിശോധനയിലൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. പക്ഷെ അതൊക്കെ കുറച്ചുകൂടി കണ്ടുകൊണ്ട് കൃത്യമായ ഒരു നിരീക്ഷണം അവിടെ വേണ്ടിയിരുന്നു. അതവിടെ ഉണ്ടായിട്ടില്ല. ജയിൽ ഉത്തരമേഖല ജയിൽ DIGയോട് അടിയന്തര റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് കിട്ടിയാൽ തുടർ നടപടികൾ ഉണ്ടാകും. അതേസമയം ഇപ്പോൾ നിലവിൽ തന്നെ ഈ 4 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിനുള്ള നിർദ്ദേശം ജയിൽ മേധാവി നൽകിയിട്ടുമുണ്ട്. ഇന്നിപ്പോൾ അവിടെ നിന്ന് സസ്പെൻഷൻ ഓർഡർ ഇറങ്ങും. സസ്പെൻഷനുള്ള തീരുമാനിച്ചു കഴിഞ്ഞു. ഓർഡർ അല്പസമയത്തിലേക്ക് ഇറങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും ഗുരുതരമായ വീഴ്ചയുണ്ടായി. ഇനി ഇതെന്തുകൊണ്ട് ഈ വീഴ്ച ഉണ്ടായി, എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടായത്? ഈ ഗോവിന്ദസ്വാമിയെ പോലെ ഒരു കൊടും ക്രിമിനൽ ജയിൽ ചാടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആസൂത്രണം ചെയ്യുമ്പോൾ എന്തുകൊണ്ട് അവർക്ക് അറിയാൻ വേണ്ടി പറ്റിയില്ല? ഗോവിന്ദസ്വാമിയുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ടായെങ്കിൽ എന്തുകൊണ്ട് അറിയാൻ പറ്റിയില്ല? ഗോവിന്ദസ്വാമി ഈ സെൽ ബാറിൽ ഉപ്പ് വെച്ച് തുരുമ്പിയെടുപ്പിക്കാനും കത്തിവെച്ച് അറുക്കാനും ഒക്കെ ശ്രമിക്കുമ്പോൾ എന്തുകൊണ്ട് CCTV ദൃശ്യങ്ങളിൽ അത് നമുക്ക് വ്യക്തമായില്ല? മാത്രമല്ല, ജയിൽ ചാടുന്ന ഇയാൾ അതിനു വേണ്ടിയിട്ടുള്ള ആയുധങ്ങൾ എവിടെയൊക്കെയാണ് എത്തിയത്? ജയിലിൽ കഴിയുന്ന ഗോവിന്ദസ്വാമിയെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന് കണ്ടത് ആരൊക്കെയാണ്? അവരുടെ കാഴ്ചയിൽ, അവരുടെ സംഭാഷണങ്ങളിൽ അസ്വാഭാവികത ഉണ്ടായിരുന്നു. ഇതൊന്നും പരിശോധിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ദിവസം ഇന്ന് നടന്ന ഏറ്റവും ജയിൽ വകുപ്പിന്റെ സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാണിക്കുന്ന ഗോവിന്ദസ്വാമിയുടെ ജയിൽ ചാട്ടം. ഒന്ന് നോക്കൂ ലക്ഷ്മി, അതായത് ഒരു കൈ ഇല്ലാത്തൊരു മനുഷ്യൻ, ആരോഗ്യം കൂടുതൽ ഉണ്ടായിരിക്കാം, പക്ഷേ ആരോഗ്യത്തിന് അപ്പുറത്തേക്ക് ഈ സംസ്ഥാനത്തെ ഒരു സെൻട്രൽ ജയിലിന്റെ അതീവ സുരക്ഷാ സെല്ലിൽ നിന്ന് ചാടി പുറത്തിറങ്ങി രക്ഷപ്പെടുക എന്ന് പറയുമ്പോൾ എന്തുമാത്രം സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട്, എന്തുകൊണ്ടെന്ന് അറിയാൻ കഴിയുന്നില്ല. മാത്രമല്ല, ഈ ബൽറാം കുമാർ ഉപാധ്യായയുടെ പറയുന്ന പ്രകാരം 4:15 വരെ CCTVയിൽ ഈ പറയുന്ന ഗോവിന്ദസ്വാമിയെ കാണാം. അപ്പോൾ 4:15 ശേഷമാണ് അദ്ദേഹം ചാടിയിരിക്കുന്നത്. പക്ഷെ പോലീസിന് വിവരം അറിയുന്നത് 7 മണിക്കാണ്. 4:30, 5 മണിയോടുകൂടി ജയിൽ അധികൃതർക്ക് ഇക്കാര്യം മനസ്സിലാകുന്നു. പിന്നെയും 2 മണിക്കൂർ കഴിയുന്നു പോലീസിനെ ഇൻഫോം ചെയ്യാൻ. അങ്ങനെ വീഴ്ചകളുടെ വലിയ ഒരു പരമ്പര തന്നെ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ആദ്യ നടപടി വരേണ്ടത് അതിൽ അയാളുടെ നിരീക്ഷിക്കാൻ ഉത്തരവാദിത്തം ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയാണ്. അവർക്കെതിരെ നടപടി എടുത്തു. ഉടൻ തന്നെ ഉത്തരവിറങ്ങും. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് അവിടെ കൂടുതൽ ആളുകളെ ഇടേണ്ടിയിരുന്നു. എന്തുകൊണ്ടാണ് ഇലക്ട്രിക് ഫെൻസിംഗിൽ ഈ കറണ്ട് ഇല്ലാതിരിക്കുന്ന കുറെ മാസങ്ങൾ ഉണ്ടായത്? എന്തുകൊണ്ട് അത് പരിഹരിച്ചില്ല? അതിനാരാണ് ഉത്തരവാദി? അത് റിപ്പോർട്ട് ചെയ്യാത്ത ഉദ്യോഗസ്ഥർ ആരാണ് എന്നതടക്കം വലിയ ഒരു പരിശോധന ഇക്കാര്യത്തിൽ വേണ്ടതുണ്ട് ലക്ഷ്മി. തീർച്ചയായും വലിയ പരിശോധന ആവശ്യമുണ്ട്. ഈ ജയിൽ സുരക്ഷയിൽ വലിയ വീഴ്ച സംഭവിക്കപ്പെട്ടിരിക്കുകയാണ്. സെല്ലിന്റെ കമ്പികൾ നേരത്തെ ഇയാൾ മുറിച്ചു തുടങ്ങി എന്നതാണ് ലഭിക്കുന്ന വിവരം. ജയിൽ അധികൃതർക്ക് മനസ്സിലാകാതിരിക്കാൻ ആ കമ്പിയിൽ നൂൽ കെട്ടിവെച്ചു. സെല്ലിന്റെ കമ്പിയുടെ താഴെ ഭാഗമാണ് ഇയാൾ മുറിച്ചത് എന്നാണ് മനസ്സിലാകുന്നത്. ഉപ്പ് വെച്ച് ഈ കമ്പി തുരുമ്പിപ്പിച്ചത് അയാൾക്ക് കുറച്ചുകൂടി മുറിക്കാൻ എളുപ്പത്തിലാക്കി കൊടുത്തു കാര്യങ്ങൾ. ഇതൊന്നും തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഇതൊന്നും അവിടെ
പരിശോധന നടത്തേണ്ടിയിരുന്ന ഉദ്യോഗസ്ഥർ കണ്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇയാളെ കൃത്യമായ മണിക്കൂറുകൾ ഇത്ര ഇടവേളയ്ക്കകം പരിശോധിക്കണം എന്നൊക്കെ പറയുമ്പോൾ പോലും ഇതൊന്നും ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായ വസ്തുത. മാത്രമല്ല സഹതടവുകാരുടെ വസ്ത്രങ്ങളല്ല അയാൾ ശേഖരിച്ചിരിക്കുന്നത്, ജയിൽ മോചിതരായവരുടെ തുണികളാണ് ഇയാൾ ശേഖരിച്ച് വച്ചത്. അതും അവിടെ ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു കാര്യമാണ്. മാത്രമല്ല ഇയാളുടെ സഹതടവുകാരൻ അത് മാനസിക രോഗമുള്ള ആളാണ് എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ എങ്ങനെയാണ് മറ്റാളുകളുടെ കൂടെ പാർപ്പിക്കുക എന്നുള്ള കാര്യമടക്കം ഈ ഘട്ടത്തിൽ ഉയർന്ന ഒരു കാര്യമാണ്. സഹതടവുകാരൻ മാനസിക രോഗമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഇയാളുടെ കോപ്പുകൂട്ടലൊക്കെ കണ്ടാൽ തന്നെയും അയാൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരവസ്ഥയിലായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ.